ചേട്ടനെ പാറു. ഞാൻ നിന്നെ പാറു എന്നല്ല വിളിച്ചത്, ചട്ടമി പാറു എന്നാ വിളിച്ചത്. നീ ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചു. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. സൗസ് എന്തിനാ എന്നെ അങ്ങനെ വിളിച്ച? ഇപ്പൊ എല്ലാവരുടെയും കണ്ടില്ലേ, നീ വെറും പാറുവല്ല, ചട്ടമി പാറുവാ. നിന്റെ മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കാമോന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ നിന്നെ കുറിച്ചുള്ള അഭിപ്രായം അതാ. അതിന് ഞാൻ എന്ത് ചട്ടമ്പിത്തരാ കാണിച്ചേ? കരുനാഗവും മുക്താമേടവും റൂമിൽ കുടുങ്ങിപ്പോയില്ലേ, അത് നീ ഒപ്പിച്ച പണിയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. കരുനാഗത്തെ പോലെ ഒരാളോട് അങ്ങനെയൊക്കെ ചെയ്യാൻ എന്നെയും ചിഞ്ചിച്ചിയും പോലുള്ളവർക്ക് ധൈര്യം ഉണ്ടാവോ? നല്ല ചുണക്കുട്ടികൾക്കല്ലേ അതിനുള്ള ധൈര്യം ഉണ്ടാവൂ. നിനക്ക് ധൈര്യം ഉണ്ടായില്ലേ? അതാ നീ കാണിച്ച ചട്ടപ്പിത്തരം. എന്താ നിന്റെ മുഖം വാടിയത്? അനാവശ്യമായി മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്നവരെയാ ചട്ടമ്പീന്ന് വിളിക്കുന്നത്. അതോർത്തല്ലേ നിന്റെ മുഖം വാടിയത്? വിഷമിക്കണ്ടടി, ഹീറോയിൻ എന്ന അർത്ഥത്തില എല്ലാരും നിന്നെ ചട്ടമ്പീന്ന് വിളിക്കുന്നത്. മീശ പിരിച്ച് മാസ് ഡയലോഗ് അടിക്കുന്ന മോഹൻലാലിനെ വിളിക്കുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. മോഹൻലാലിനെ പോലെയെന്ന് ഞാൻ പറഞ്ഞതിന്റെ ആവേശത്തില് നീ കരിനാഗത്തിന്റെ മുന്നിൽ ചെന്ന് ചാടിക്കൊടുക്കൊന്നും വേണ്ട കേട്ടോ. നീ മുറിയിലിട്ട് പൂട്ടിയത് അയാള് ചത്താലും മറക്കില്ല. തിരിച്ചടിക്കാനുള്ളൊരു ചാൻസ് നോക്കി നടക്കുകയായിരിക്കും അയാളിപ്പോ. അതോർത്ത് ജയന്തി ചേച്ചി പേടിക്കൊന്നും വേണ്ട. ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും ആ കരുനാഗം എന്റെ മുന്നിൽ പത്തി വിരിക്കില്ല. അതെന്താ? അതൊക്കെയുണ്ട്. അത് കുഴപ്പമില്ല സാറേ. ഓ കരിനാഗം തല്ലിക്കൊന്നാലും ചാവില്ല. 100 ആയുസ് അയാൾക്ക്. പറഞ്ഞ് നാവെടുത്ത് അകത്തെ കിട്ടില്ല, അപ്പോഴേക്കും എത്തി. സാർ, എന്താ? മുക്താ മേഡം കോറിഡോറിലൂടെ നടന്നു പോകുന്നുണ്ടോ? ലോക്ക് തകരാറായി കിടക്കുന്ന ആ റൂമിലേക്കാണെന്ന് തോന്നുന്നു. സാർ പോകുന്നില്ലേ? അബദ്ധത്തില് ആ റൂമിൽ പോയതിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയില്ല. നിന്നെ കണ്ട അയാള് ചാടിക്കടിക്കാൻ വരുമെന്ന് ഞാൻ കരുതിയ, പക്ഷെ അയാൾ ഓടുന്നുണ്ടില്ലേ പ്രേതത്തെ കണ്ടുപോലെ.